നമസ്കാരം. സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വാണ ബിയെ പറ്റിയാണ്. പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ വാണയെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ആ ക്ലാസ്സിൽ വിട്ടുപോയൊരു കാര്യമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്, അതായത് വാണ ബി. നമ്മൾ കഴിഞ്ഞ പ്രീവിയസ് ക്ലാസ്സിൽ അത് ഡിസ്കസ് ചെയ്യാൻ സാധിച്ചില്ല. എപ്പിസോഡ് 110, അതായത് പ്രീവിയസ് ക്ലാസ് നിങ്ങൾ തീർച്ചയായിട്ടും കാണാം. ആ ക്ലാസ്സിൽ ഞാൻ വാണ എന്താണെന്നും വാണയുടെ മീനിങ് എന്താണെന്നും അതിൻ്റെ എക്സാമ്പിൾ സെൻറ്റൻസ് ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും കാണണം. അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും വാണയെപ്പറ്റി ഒരു കൺഫ്യൂഷൻ ഉണ്ടല്ലോ, അതൊക്കെ കറക്റ്റായിട്ട് ഞാനത് പറഞ്ഞിട്ടുണ്ട്. കറക്റ്റായിട്ട് അതിൻ്റെ മീനിങ്ങും എക്സാമ്പിളും എടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാണാത്തവർ തീർച്ചയായിട്ടും കാണണം. അപ്പോൾ ആ കഴിഞ്ഞ ക്ലാസ്സിൽ മിസ് ചെയ്ത ഒരു പോർഷനാണ് ഇത് വാണ ബി എന്ന് പറയുന്നൊരു പോർഷൻ. അപ്പോൾ തന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു വാണ എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. വാണ്ട് ടു ആൻഡ് വാണ്ട് എക്ക് പകരമായിട്ടാണ് നമ്മൾ വാണ യൂസ് ചെയ്യുന്നത്. എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്? ജസ്റ്റ് കമ്മ്യൂണിക്കേഷനിലാണ്, സ്പോക്കൺ ഇംഗ്ലീഷിലാണ്, ഇൻഫോർമലായിട്ടാണ് യൂസ് ചെയ്യുന്നത്. സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് അല്ല. നേറ്റീവ് സ്പീക്കേഴ്സ് പരസ്പരം സംസാരിക്കുന്ന ഒരു ശൈലിയാണ് വാണ്ട് ടുവിനും പകരം വാണ്ട് എക്ക് പകരം നേറ്റീവ് സ്പീക്കേഴ്സ് സംസാരിക്കുന്ന ഒരു ശൈലിയാണ് വാണ എന്ന് പറയുന്നത്. അത് ഓർത്ത് വെച്ചിരിക്കുക. അത് റിട്ടേൺ ഇംഗ്ലീഷിലില്ല, എഴുതി വെക്കരുത്. നമുക്ക് വാട്സാപ്പിൽ മെസ്സേജൊക്കെ ടൈപ്പ് ചെയ്യുമ്പോൾ അയക്കാം, നമുക്ക് സുഹൃത്തുക്കളും ഫ്രണ്ട്സിനടുത്തൊക്കെ. പക്ഷേ അതൊരു സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് അല്ല. പക്ഷേ നിങ്ങൾക്ക് സംസാരിക്കാം. നേറ്റീവ് സ്പീക്കേഴ്സ് സംസാരിക്കുന്നുണ്ട്. ഈവൻ ഡൊണാൾഡ് ട്രംപ് വരെ ഫോർമൽ സ്പീച്ചിങ്ങിനും പബ്ലിക് സ്പീച്ചിലും എല്ലാം വാണ ചേർത്താണ് സംസാരിക്കുന്നത്. ഒരു ശൈലി അനുസരിച്ച്, നിങ്ങളുടെ സ്റ്റൈൽ അനുസരിച്ച് അങ്ങനെ ചൂസ് ചെയ്യാം. എന്തായാലും റിട്ടേൺ ഇംഗ്ലീഷ് അല്ല, നിങ്ങൾ എഴുതി വെക്കരുത്. അത് ഗ്രാമാറ്റിക്കലി ഇൻകറക്റ്റ് ആണ്. പക്ഷേ സംസാരിക്കുക, ധൈര്യമായിട്ട് സംസാരിക്കുക, നോ പ്രോബ്ലം. നെറ്റീവ് സ്റ്റൈലാണ്, നോ പ്രോബ്ലം. അപ്പം വാണയുടെ ആശയം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് നമുക്ക് വാണ ബി നോക്കാം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ വാണ ബി ചേർത്ത് ഞാൻ സെൻറ്റൻസ് പറഞ്ഞിരുന്നു. അതായത് ഐ വാണ ബി എ റോക്ക് സ്റ്റാർ, ഐ വാണ ബി എ ഡോക്ടർ എന്നിങ്ങനെ നമ്മൾ വാണ്ട് ടു ബിക്ക് പകരം നമ്മൾ വാണ ബി ചേർത്ത് നമ്മൾ സെൻറ്റൻസ് പറഞ്ഞിരുന്നു. അതായത് എനിക്കൊരു ഡോക്ടറാകണം, എനിക്കൊരു റോക്ക് സ്റ്റാർ ആകണം എന്നിങ്ങനെ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ പറയാൻ നമ്മൾ സെൻറ്റൻസുകളിൽ വാണ്ട് ടു ബി അല്ലെങ്കിൽ വാണ ബി നമ്മൾ ചേർക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ സെൻറ്റൻസുകൾ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ആ വാണ ബി അല്ല ഈ വാണ ബി. ഈ വാണ ബിയുടെ പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിച്ചോ. വാണയും ബിയും കൂടെ ഞാൻ ചേർത്താണ് എഴുതിയിരിക്കുന്നത്. അതിന് ഗ്യാപ്പില്ല. മറ്റേ വാണ ബിക്ക് രണ്ട് വേർഡ് സെപ്പറേറ്റ് ആയിട്ടാണ് എഴുതിയിരിക്കുന്നത്. വാണയും ബിയും സെപ്പറേറ്റ് ആയിട്ടാണ് എഴുതിയിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിലെ എക്സാമ്പിൾ നോക്കിയാൽ അറിയാം. അത് ഞാനിവിടെ എഴുതുന്നില്ല, ഈ സ്ലൈഡ് മാത്രമേ കാണിക്കുന്നുള്ളൂ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം വാണയും ബിയും ചേർത്താണ് എഴുതിയിരിക്കുന്നത്. ഇങ്ങനത്തെ ഒരു എക്സ്പ്രഷൻ നിങ്ങൾക്ക് കാണുവാൻ ചാൻസ് ഉണ്ട്. മൂവീസ് കാണുന്നവരാണെങ്കിൽ ഇങ്ങനത്തെ ഒരു എക്സ്പ്രഷൻ കാണുവാൻ ചാൻസ് ഉണ്ട്. അത് ഓർത്തിരിക്കുക. ഈവൻ സോങ്സ് വരെ ഈ എക്സ്പ്രഷനിലുണ്ട്. അതുകൊണ്ടാണ് ഇന്നത്തെ ക്ലാസ് ഞാൻ അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ എടുത്തത്. മിസ് ചെയ്യാൻ പറ്റത്തില്ല. അവിടെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. ഇതിൻ്റെ ഒരു ആശയം വ്യത്യസ്തമാണ്, വേറൊരു ആശയമാണ്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് ഒരു പേഴ്സൺ നമ്മൾ വേറൊരാളെ അനുകരിക്കുകയാണെങ്കിൽ, അതായത് ചില വ്യക്തികളെ നിങ്ങൾക്ക് ഈ ഇടയായിട്ടൊരു ഫേമസ് ആയൊരു വ്യക്തിയെ അറിയാം. ഒരാൾ ഷാറുഖ് ഖാനെ പോലെ അതേ രൂപഭാവമൊക്കെ ഉള്ള വ്യക്തി പല സ്ഥലങ്ങളിലൊക്കെ പോയി ഇങ്ങനെ ഷാറുഖ് ഖാനെ അനുകരിക്കുന്ന ഒരു വ്യക്തിയെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ആ വ്യക്തി നിങ്ങൾ ശ്രദ്ധിച്ചോ, ഷാറുഖ് ഖാൻ്റെ അതേ ഭാവം, അതേ രൂപം, അതേപോലെ ആക്ട് ചെയ്യുക, ഷാറുഖ് ഖാനെ പോലെ ഡാൻസ് ചെയ്യുക, എന്നിട്ട് ആളുകളെയൊക്കെ കൂട്ടുക എന്നിങ്ങനെ അദ്ദേഹം ഇഷ്ടപ്പെടുന്ന ആളെ അനുകരിക്കുക, അതേപോലെ ആക്ട് ചെയ്യുക. അങ്ങനെയുള്ള വ്യക്തികളെ നമ്മൾ പറയുന്ന പേരാണ് വാണ ബി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ വ്യക്തി മാത്രമല്ല, ഒരു സംഘടനയായാലും ആ സംഘടനയിലെ ആൾക്കാരെ പോലെ അവരുടെ രീതികളൊക്കെ അനുകരിച്ച് ആക്ട് ചെയ്ത് നടക്കുകയാണെങ്കിൽ നമ്മളും അവരെ നോക്കി പറയാറുണ്ട് അദ്ദേഹം ഒരു ഇന്ന സംഘടന, ഒരു വാണ ബി ആണെന്ന്. അതായത് ഇന്ന സംഘടനയെ പോലെ ആക്ട് ചെയ്യുന്നല്ലേ, ഇന്ന വ്യക്തിയെ പോലെ ആക്ട് ചെയ്യുന്നു. അദ്ദേഹം ഒരു വാണ ബി ആണെന്ന് പറയാറുണ്ട്. ഇതൊരു മോശം വേർഡല്ല. അപ്പോൾ അങ്ങനെ പറയാറുണ്ട്. അപ്പോൾ ഓർത്തിരിക്കുക, ഇത് നേറ്റീവ് സ്പീക്കേഴ്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഒരു ശൈലിയാണ്. ജസ്റ്റ് ഓർത്തിരിക്കുക. അതേപോലെ ഈ എക്സ്പ്രഷൻ മൂവീസിലും സോങ്സിലും ഒക്കെ നിങ്ങൾക്ക് കാണാറുമുണ്ട്. അപ്പം അവിടെ ഏത് സോങ്സ് ആണോ അത് ഏത് രീതിയിലാണോ അത് അവതരിപ്പിക്കുന്നത്, ആ രീതിയിലായിരിക്കും അവിടെ ആ വാണാബിയുടെ ആശയം വരുന്നത്. അത് ഓർത്തിരിക്കുക. അതിൻ്റെ ലിറിക്സ് ഒക്കെ നോക്കുക. എന്താണോ ആ സോങ്സിൻ്റെ തീം, അതനുസരിച്ചായിരിക്കും അതിൻ്റെ ആശയവും വരുന്നത്. അത് ഓർത്തിരിക്കുക. നമുക്കൊരു 3 സെൻറ്റൻസ് നോക്കാം. വാണാബി ചേർത്തുള്ളത് നോക്കാം. ഷീ ഈസ് സച്ച് എ വാണാബി, ആൾവേസ് ട്രൈങ് ടു കോപ്പി മൈ സ്റ്റൈൽ. ഇത് ഓഫീസിലെ 2 സ്റ്റാഫുകൾ തമ്മിൽ സംസാരിക്കുന്നതാണ്. അതിലൊരു സ്റ്റാഫിൻ്റെ അതേ സ്റ്റൈലും അവിടെ ഇടുന്ന ഡ്രസ്സും അതേപോലെ നടത്തവും ഒക്കെ വേറൊരു സ്റ്റാഫ്, അവരുടെ കൂടെ വർക്ക് ചെയ്യുന്നൊരു സ്റ്റാഫ് അനുകരിക്കുന്നത് കണ്ടപ്പോൾ ഈ സ്റ്റാഫ് പറയുവാണ്, ഷീ ഈസ് സച്ച് എ വാണാബി, ആൾവേസ് ട്രൈങ് ടു കോപ്പി മൈ സ്റ്റൈൽ. അവളൊരു വാണാബിയാണ്, അവളെപ്പോഴും എൻ്റെ സ്റ്റൈല് കോപ്പി ചെയ്യുകയാണ് എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. അപ്പോൾ നിങ്ങൾക്ക് വാണാബിയുടെ ആശയം പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു.
നമ്മുടെ വാണ്ട് ടു ബി അല്ല, അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ വാണാബി അല്ല, നമ്മുടെ മോഹങ്ങളും ആഗ്രഹങ്ങളും അല്ല, ഒരാളെ അനുകരിക്കുകയാണ്. സോ അത് പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. ഒരു സെൻറ്റൻസോടെ നോക്കാം. ഷീ ഈസ് എ വാണാബി ഷെഫ് ബട്ട് ഹെർ കുക്കിംഗ് ആൾവേസ് ടേൺ ഔട്ട് ടെറിബിൾ. ഇത് രണ്ട് സിസ്റ്റേഴ്സ് തമ്മിൽ സംസാരിക്കുന്നതാണ്. ഒരു സിസ്റ്റർ വേറെ സിസ്റ്ററിനെ പറ്റി സംസാരിക്കുന്നത്. വീട്ടിൽ ഷീ ഈസ് എ വാണാബി ഷെഫ് എന്ന് വെച്ചാൽ അവൾ ഒരു ഷെഫിനെ പോലാണ് ആക്ട് ചെയ്യുന്നത്, അനുകരിക്കുന്നത് എന്ന് പറഞ്ഞ സെൻറ്റൻസ് ആണ്. സോ അപ്പോൾ അവിടെ കുക്കിംഗ് എല്ലാം വളരെ മോശമാണെന്നാണ് തൊട്ട് സെൻറ്റൻസ് എഴുതിയിരിക്കുന്നത്. സോ അപ്പം ഷീ ഈസ് എ വാണാബി ഷെഫ് എന്ന് പറഞ്ഞതിൻ്റെ ആശയം അവളെപ്പോഴും ഒരു കുക്കിനെ പോലാണ് ആക്ട് ചെയ്ത് നടക്കുന്നത്. ചിലപ്പോൾ കുക്കിനെ പോലെയൊക്കെ ആയിരിക്കും അടുക്കളയിൽ കുക്ക് ചെയ്യുന്നത്. സോ അപ്പം മറ്റേ സിസ്റ്റർ പറയുന്നത് ഷീ ഈസ് എ വാണാബി ഷെഫ്. സോ ആശയം പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. ഈ വാണാബി ഡിഫറൻ്റ് ആണ്. സോ ഓർത്തിരിക്കുക. ഒരു സെൻറ്റൻസ് ഇവിടെ നോക്കാം. The new Indian is total wannabe, always trying to impress a boss. ഇതും ഒരു ഓഫീസ് ടോക്കാണ്. അവിടുത്തെ ഒരു സ്റ്റാഫ് പറയുകയാണ് പുതിയതായിട്ട് ജോലിക്ക് വന്ന ഇൻറ്റേൺഷിപ്പിനൊക്കെ ജോലിക്ക് പുതിയ സ്റ്റാഫിനെ എടുക്കുമല്ലോ. അപ്പം ദ ന്യൂ ഇന്ത്യൻ ഈസ് എ ടോട്ടൽ വാണാബി, അതായത് പുതിയതായിട്ട് വന്ന സ്റ്റാഫുകളൊക്കെ വാണാബി ആണെന്ന് പറയുന്ന സെൻറ്റൻസ് ആണ്. അതായത് അതാണ് തൊട്ട് സെൻറ്റൻസ് ചെയ്തിരിക്കുന്നത്. ദേ ആർ ട്രൈങ് ടു ഓൾവേസ്, അതായത് അവരുടെ ബോസിനെ എപ്പോഴും ഇമ്പ്രസ് ചെയ്യാൻ ശ്രമിക്കുന്ന ആൾക്കാരാണ്. ആൾവേസ് ട്രൈങ് ടു ഇമ്പ്രസ് ദ ബോസ്, അതായത് അവരെപ്പോഴും അവരുടെ ബോസിനെ ഇമ്പ്രസ് ചെയ്ത് നടക്കുന്ന ആൾക്കാർ. അതായത് ആക്ട് ലൈക്ക് നല്ല വ്യക്തികളാണെന്ന് ആക്ട് ചെയ്ത് നടക്കത്തില്ലേ, നമ്മൾ ബോസിനെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടി ആക്ട് ചെയ്ത് നടക്കുന്ന ടൈപ്പ് ഓഫ് പീപ്പിൾസ്. അപ്പം വേറൊരാളോടെ എന്ന് പറയുവാണ് ദ ന്യൂ ഇന്ത്യൻ ഈസ് എ ടോട്ടൽ വാണാബി, പുതിയ ആൾക്കാരെല്ലാം വാണാബിയാണ് എന്ന് പറയുന്നൊരു സെൻറ്റൻസ് ആണ്. സോ അപ്പോൾ അതിൻ്റെ ആശയം പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. സോ അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് സെൻറ്റൻസുകൾ കാണാൻ ചാൻസ് ഉണ്ട്, വാണാബി എന്ന് പറഞ്ഞൊരു ആശയം. സോ അന്നേരം കൺഫ്യൂസ് ആക്കല്ല, ഇതിൻ്റെ ആശയം ടോട്ടലി ഡിഫറൻ്റ് ആണ്. നമ്മുടെ പ്രീവിയസ് ക്ലാസ്സിലെടുത്ത വാണാബി അല്ല. അങ്ങനെ സംസാരിക്കാറുണ്ട്. പക്ഷേ ഓർത്തിരിക്കുക, ഇതെങ്ങനെ മനസ്സിലാകുമെന്ന് വെച്ചാൽ നമ്മളെന്താണ് സാഹചര്യം, ഏത് സാഹചര്യത്തിലാണ് ഇത് സംസാരിക്കുന്നത് അതനുസരിച്ചായിരിക്കും നമ്മളിത് മനസ്സിലാക്കുന്നത്. സോ പേടിക്കേണ്ട, നിങ്ങൾക്ക് പിടികിട്ടും. സോ ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ നിങ്ങൾക്ക് മൂവീസ് കാണുന്നവരൊക്കെ അതേപോലെ സോങ്സ് കേൾക്കുന്നവരൊക്കെ കാണാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് എടുത്തത്. സോ അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.